परीक्षणनन्दसूनो श्रीवासवंश परितापतमिश्रभानो श्रीवासवानुजतनुद्गत दिव्यभानो श्रीवासमन्दिरपते तव सुप्रभातम्। भक्तावनैकपरनैकविधैः काशारिक्तां तरङ्गकृतवास कृपापयोधे मुक्तावली विलसनालय विश्वहेतो श्रीवासमन्दिरपते तव सुप्रभातम्। विश्वावबोध विषयीकृत गाढ भक्ति विश्वासगम्य दिविसन्नुत दिव्यमूर्ते विश्वाधिदेव विविधार्ति विनाशकारिन्। ഈ വയസ്സുകാലത്ത് എന്തിനാണ് മാഷ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അധ്വാനിച്ചാലല്ലേ പിന്നീടൊന്നും നിലനിൽക്കാനാവുള്ളൂ. നല്ലപ്പോ ആവുന്നത്രോളം പണിയെടുത്താണല്ലേ. ഈയിടക്ക് സൂര്യലുണ്ടായിന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വെയിലിന് കുറച്ച് പണിയെടുത്തിട്ട്. അതെയാ, വെയിൽ കൊള്ളാനേ പാടില്ല. അങ്ങനത്തെ വെയിലല്ലേ. മഴയാണെങ്കിൽ അങ്ങനത്തെ മഴയും, വെയിലാണെങ്കിൽ അങ്ങനത്തെ വെയിലും. ഞാൻ വന്നെന്ന് വെച്ചാല് എനക്കൊരു വായ്പ വേണം, ഒരു 100 ഉറുപ്പ്യ. അതെയാ, ഓണല്ലേ, കുഞ്ഞിക്ക് തുണി പണിക്കാൻ കൊടുക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ രാവും 12 കഴിഞ്ഞാലേ തരൂലോ, ചോദിക്കാൻ പാടില്ല. അല്ല, തരണേ. രാവും 12 കഴിഞ്ഞാലും. അതെ അതെ, ടെൻഷൻ കിട്ടി ജീവിക്കുന്നല്ലേ. അതുകൊണ്ട് മാത്രം പോന്നേല്ലേ. അതെ അതെ, പിന്നെ ചിക്കുവെല്ലാം കൂടി ആയിട്ട്. അതെ അതെ, നിങ്ങളോട് ചോദിച്ചാലേ കിട്ടൂല്ലോ. അല്ലെങ്കിൽ ആള് വരും, വൈകുന്നേരത്തെ പൈസ ഉണ്ട് തരാം, വൈകുന്നേരം ഒപ്പിച്ച് കൊടുക്കാൻ കഴിയാം നമുക്ക്. ഇതെന്തോ എന്റെ കൃഷി തന്നെ ഉണ്ടായി. അതെ, അത് നന്നായി. അതുകൊണ്ട് ഓ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. മോളാ മോളാ, അത്യാവശ്യം ചാടിച്ചോ. ചായ കുടിച്ചോ? കുടിച്ചിട്ടില്ലേ? എന്തേ വേണ്ടേ? ദോശ പൊന്തുന്നില്ല അച്ഛാ. അടിയന്തരം കഴിഞ്ഞ് കള്ളുകൊണ്ടുവരാൻ പറഞ്ഞിട്ട് എങ്ങനെയാ കൊണ്ടുവരണ്ടേ? പൊന്താത്ത ദോശ നിലത്തെ കൂടി ഇട്ടിരിച്ചിട്ട് കൊണ്ടുവന്നി. എനിക്ക് അടുത്തുള്ള നാരായണക്കുട്ടി കൂടെ ചെയ്യാം. പോകുമ്പോ എടുത്ത് പൊന്തിച്ചല്ലോ ദോശ. എന്തെന്ന് ദോശ, ദോശ തന്നെ പറഞ്ഞൊരു കുളം വേണ്ടേ ഇപ്പൊ. അട്ട് നമുക്ക് വേണം ദോശ. മാഷ വൈ ഇന്നും കറക്കാൻ വിട്ടില്ല അല്ലേ? അയാളെ വൈ ചവിട്ടി കറക്കാൻ വിട്ടില്ലെങ്കിൽ നമുക്ക് കട്ടച്ചായ എന്താ ചെയ്യുക? ഒരു പണമില്ലപ്പാ. ഓടുകൂടി നല്ല ദോശയാക്കി തെറ്റേ. നമുക്ക് സുഖമില്ലാന്നിട്ട് പോയി നിന്നിട്ട് ഇപ്പം വേഗം പറയും. ഇന്നിപ്പം ഏകദേശം 1-2 ആളല്ലേ ഇല്ലൂ. പിന്നെന്ത് ചെയ്യാ? ഓ, കഷായം പണി. മോളെ, എനക്കോ ചെയ്യാൻ കേട്ടോ. ഒന്നൊന്നും കയറാൻ കഴിയുന്നില്ലപ്പ. എന്താ ചെയ്യാ? മറ്റന്നാൾക്ക് ഒരു അടിയന്തരം ഇല്ലേ? അവിടെ കഴിഞ്ഞിട്ട് ആ ഫോണിൻ്റെ അടുത്ത് നമ്മ തന്നെ പോകണ്ടേ?
മുട്ടായി കേട്ടോ റോഡുമേലെ പോകുമ്പോൾ നോക്കണേ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയതിനാ നമ്മളെ പോയി കുടവട്ടിയാക്കുന്നല്ല പണി ഇതിൻ്റെ ഉള്ളിൽ ഇടണ്ടേ ഇപ്പോൾ നാടും നഗരം എല്ലാം നന്നായി സൂര്യയുടെ ഒട്ട ഇപ്പോൾ അവർ പഴയ ഒട്ട മാറിയിട്ടുണ്ട് ഒരു മാറ്റവും വന്നില്ല ഇതിടെ കഴിഞ്ഞ ആഴ്ച നന്നാക്കി ഒന്ന് വാങ്ങിക്കൂടെ പുതിയ പണിയാണ് പിന്നെ കൂടി അടിക്കാടാ പുതിയ പണി കുറെ നന്നാക്കാൻ നമ്മളെ പഴയ കൂടെ തന്നെയല്ലേ ഇതൊന്നും ശരിയില്ല പിന്നെ കമ്പി പോയാൽ ഈ 2 രൂപ തന്നെ 10 കൊല്ലം കൂടുമ്പോൾ ഒരു കുട വാങ്ങും ഇതിന് എടുക്കുമ്പോൾ നോക്കിയ കുടയല്ലേ അതെ സന്തോഷം ഓ ഇതിപ്പോൾ നന്നാക്കണമെന്ന് 8 പണിയാണ് കൈ കാലം എല്ലാം വേറെ വണ്ടി കിണാനില്ല നമ്മളെ കുഞ്ഞിൻ്റെയാണ് പോകുമ്പോൾ എടുക്കുന്നതാണ് അച്ഛനൊന്നും പണിയില്ലല്ലോ ഇത് പിന്നെ ശരിയാക്കാം കഞ്ഞി മുട്ടി വന്നിട്ട് ശരിയാക്കുന്ന നല്ലത് ഒരുപാട് പണിയുണ്ട് പിന്നെ അതിന് കണക്കായിട്ടൊന്നും വാങ്ങാനും പറ്റൂല 3 ഉറുപ്പിക മേടിക്കാം നമ്മളങ്ങനെ കേട്ടോ കാണും എൻ്റെ അമ്മേ ഒരു കുഞ്ഞിനെയും കൊണ്ട് പോയൊരു തുള്ളിന് അമ്മച്ചി എന്താ ചെയ്യുന്നുണ്ട് പിന്നെ പിള്ളമാർക്ക് ഇപ്പോഴത്തെ പിള്ളമാർക്കൊന്നും ഒരു സഹന ശക്തിയില്ലപ്പാ ബാക്കിയാരും ഇത് നോക്കാം ഞാനും ഇത് നോക്കിയിട്ടേ കണ്ടില്ല എന്തോ ഒന്ന് കുറഞ്ഞാൽ പറ്റും പുതിയ വല കെട്ടുന്നതിനെക്കാട്ടി പണിയാണ് പഴയ വലേൻ്റെ തോട്ടം എടുക്കും പുതിയ വല കെട്ടിയൊന്നും വാങ്ങുകയും ചെയ്യും ഇതിപ്പം നമ്മളൊക്കെ ചെക്കനായതുകൊണ്ടൊന്നും വാങ്ങാനും കഴിയില്ല കല്ലിനെ വീഴുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കല്ലിനെ വീട്ടിൽ വലിക്കുന്നതുകൊണ്ടല്ലേ വലി ഇങ്ങനെ കീറും അച്ഛൻ നിർമ്മാനെ കൊടുത്തിട്ടുണ്ട് ഇന്നൊരു പൈൻകുറ്റി ഉണ്ടായി നമ്മളാ തേങ്ങ പിടിക്കുന്ന ഗോപാലിന്റെ വീട്ടില് ആ തേങ്ങയുണ്ട് ഇലയൊന്നും കിട്ടുന്നില്ലപ്പാ അവിടെ നിന്ന് 2 ഗ്ലാസ് കള്ളു കുടിച്ചു നിർബന്ധിച്ചിട്ട് കുടിച്ചത് ഓ അത് നല്ല മുന്നേറ്റ കള്ളു നമ്മളെ ചെങ്ങായിലെ വക കൊടുത്തിയാണ് നല്ല കള്ളു വേണ്ടെന്ന് പറഞ്ഞാണ് എന്നാലും മുത്തപ്പൻ്റെ അടിയന്തരല്ലേ ലേശം എടുത്തോന്ന് പറഞ്ഞിട്ട് ഒരു 2 കവള് കൂടി അപ്പുറത്തെ വീട്ടിൽ ആരും കൊണ്ടോ മോളെ അവർക്കും കൊടുക്കണം ലേശം കടക്ക് അങ്ങനെ വന്നിട്ടില്ല എന്തിനാ തോട്ടം കുറിച്ചോളാം അപ്പുറത്തെ വീട്ടിലെ നായാണെങ്കിലും നല്ല സ്നേഹ എന്താ സ്നേഹം നായ്ക്ക് മീനും ഇറച്ചിയും മത്തിയും
അവരെന്നാ കൂട്ടുന്ന കപ്പൊക്കെ കറിയും എന്താ ചെയ്യും. നല്ല ചമയല്ല ചമയച്ചിന് മതിലൊന്നും കെട്ടണ്ടല്ല. ഒരു പൈങ്കൂറ്റി കഴിഞ്ഞു, കുറച്ച് നുറുമാലും. ആ ഇത് നമ്മളെ തേങ്ങ പറിക്കുന്ന ഗോപാലിനടുത്ത് ഒരു പൈങ്കൂറ്റില്ലേ കള്ള കുടിക്കുമ്പോ അതിന്റെ ഓർമ്മ ഉണ്ടാവില്ല. അടിയന്തരത്തിന്റെ സമയത്ത് അതിന്റെ ഓർമ്മ ഉണ്ടാവില്ല. ചൂടായി ഇനി വരുമ്പോ കൊണ്ടുവരാട്ടാ. എന്നിട്ട് ചെക്കൻ വിളിക്കില്ലേ? ഡാൻസ് നിർത്തേ അച്ചാച്ചൻ ഈ കഥാപ്രസംഗം ഉണ്ട്. എനിക്ക് സാംബശിവന്റെ കഥാപ്രസംഗം അച്ചാച്ചൻ കേക്കട്ടെ. പ്രകൃതി സുന്ദരമായ നാട്ടിൻപുറത്തെ പുഴക്കടവ് നിൽക്കുമ്പോ കേൾക്കാം ആ കടത്തുകാരന്റെ വിളി. വരുവിൻ വേഗം ഇക്കടത്തു വഞ്ചിയിൽ വിരവിലക്കരപ്പോ. മറക്കുമോ 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 നിങ്ങളെ നൈഷയെ, മറക്കുമോ നിങ്ങളെ നൈഷയെ. കൃത്യം 32 വർഷം മുമ്പാണ് കഥാപ്രസംഗം. എപ്പം നോക്കിയാലും രാത്രിക്ക് ഒച്ചപ്പാടും ബഹളും തല്ലലും പൊളിക്കലും. ചങ്ങായി എപ്പം രാത്രി കുടിച്ചു വന്നാലും കുഴപ്പമില്ല. ആ പെണ്ണിനൊരു സൗകര്യം എന്ന് പറഞ്ഞു കൊടുക്കുക. ആരെങ്കിലും എന്തെങ്കിലും ചില്ലറ തന്നില്ല മോനെ? ആരും തന്നിട്ടില്ലേ? എനിക്ക് അച്ചപ്പം തരൂപ്പ. അല്ല എന്നാലും തന്നിട്ടൊന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. നമുക്ക് നമ്മളെ പരിചയക്കാരിൽ ഒരുപാട് ആളുണ്ടായിനാടാ. ഒന്നും തന്നിട്ടില്ല അല്ലേ? സാറില്ല സാറില്ല. അത്ര കഴിക്കുന്ന കുട്ടിയാണെങ്കിലും തിരക്കിട്ട് പാനിട്ട് ഒന്ന് മുടിച്ചാക്കിയിട്ട അണ്ടി മുടി ആകുമ്പോ പിന്നെ അവിടെയൊക്കെയാണോ അല്ലേ? അടിയന്റെ അടുത്തിന് പോകാൻ പോലെയല്ല. കഴിഞ്ഞിട്ട് വരുമ്പോ നമ്മ പോയ മാതിരിയല്ലല്ലോ. എല്ലാം ഉണ്ടായാലും ഇഷ്ടം പോലെ ഉണ്ടായാലും ഒന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. പിള്ളമാറാ പറപ്പിക്കാൻ കഴിയില്ല. ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. ചോറും കണ്ട് ഇഷ്ടം പോലെയുണ്ട്. നല്ല സദ്യ. അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു സദ്യ ഉണ്ടായില്ല. പക്ഷെ നമുക്ക് കിട്ടുന്നതെല്ലാം കുറവാ. എന്നാ പിന്നെ ഇടക്കിടക്ക് തുള്ളിപ്പുള്ളി കുടിച്ചിട്ട് കടലൊന്നും വെള്ളമാണെന്നു കുറയും വരുന്നു. ഇവിടത്തെ വരി ഒന്നും നടക്കാനൊന്നും കഴിയുന്നില്ലപ്പ. ഇതൊന്നും അറിയാതെ ഇനി കൊണ്ട് നടക്കാൻ കഴിയുന്നില്ല.
ചെക്കനാളായിട്ടാണ് കൊണ്ട് നടക്കട്ടെ. എങ്ങനെയാണ് വേടം കെട്ടുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഈ കൈമിലൊരു മണിയുണ്ട്. ഞാൻ ചെണ്ട കൂട്ടിട്ട് പോയി കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടാക്കും. ഇതെടുത്ത് തിരിച്ച് വെച്ചിട്ടൊന്നും ഇല്ല. 65 രൂപ ഒരു ഉച്ചയായി. 1965 രൂപ ഉച്ച കാണാണ്ട് ചിലരൊന്നും കാണാതെ വെച്ചാണ്. അതാ ഞാൻ മാട്ടൊക്കെ കൊടുക്കണം കേട്ടോ. കുഞ്ഞാമാർക്ക് കൊടുക്കാം. മുഖ്യമായിട്ട് വെക്കാം. ഈ ചെലവാക്കാൻ വേണം. അതായത് അദ്ദേഹം പറയുന്നു. ബാങ്കിൽ പണിയെടുക്കുന്നവരൊക്കെ കെട്ടിയ പൈസയായിരുന്നു. 2 മണിയോടെ പൊതുവോടെ പുറത്തുനിന്ന് ആ താഴെ പുള്ളിയൊക്കെ കുറച്ച് പൈസ കൊടുക്കാനും അതിന് കടത്തിന് ഒത്തിരി പുറത്തെ. ഇത് കുറച്ച് പൈസ ഇടാം. നോക്കിയിട്ട് ചിലവാക്കണം. തുണിക്കെണ്ണം വാങ്ങുന്നത് അതിന് വെച്ചിട്ട് വാങ്ങിക്കോ. ഓരോ കിട്ടുന്നില്ല. മോളെ ചോറുണ്ട്. എൻ്റെ പൊന്ന് തമ്പുരാനെ ദിവസം അങ്ങനെ കഴിഞ്ഞു കൂടി. പത്ത് 35 കൊല്ലമായിട്ട് കൊണ്ടു നടക്കുന്ന സാധനം ഇത് രണ്ടും കാണുമ്പോൾ ഇത്ര ശത്രുക്കളുമായി കളിക്കുന്നു. മുറുക്കല് മതിയും തോന്നുന്നു. ഇപ്പൊ ഇത് കയ്യില്ല തോന്നുന്നു. കുറച്ച് നെയ്യണ വഴിപ്പോയല്ലപ്പാ എൻ്റെ തമ്പുരാനെ. കറണ്ട് പോയല്ല. നീ ആ മെയ്തിരിങ് എടുത്തേ. ഓരോ ഒരിക്കലും പോയാൽ പെട്ടെന്നൊന്നും വരുമില്ല. ഈ നെല്ലുതിരിയും ജീവിതം ഒരുപോലെയാണ്. ഇത് ഉരുകി തീരുമ്പോഴാണ് മനുഷ്യൻ ഉരുകിയിട്ടങ്ങ് തീരും.